പുതുവർഷ പുലരിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ 2025 ആദ്യത്തെ വ്ളോഗാണ് കേട്ടോ. നമ്മുടെ ചെറിയൊരു പുതുവർഷ ആഘോഷമാണ് നമ്മളിവിടെ കാണിക്കുന്നത്. ചെറുതായിട്ട് ഒത്തിരി ആഘോഷിച്ചൊന്നുമില്ല, അതിനുള്ള അങ്ങനെ ചെയ്യാറില്ല. നമ്മൾ ചെറുതായിട്ട് രീതിയിലൊക്കെ ഇപ്പോൾ കുഞ്ഞുങ്ങളെയും കൊണ്ടൊന്ന് പാർക്കിലൊക്കെ പോയി നമ്മൾ വെളിയിൽ നിന്ന് ഫുഡൊന്നും കഴിക്കാൻ നിന്നില്ല, വാങ്ങിക്കൊണ്ട് പോന്നു. നല്ല തിരക്കായിരുന്നു എല്ലായിടത്തും. അപ്പോൾ നമ്മൾ കുറച്ച് ഫുഡൊക്കെ വാങ്ങിക്കൊണ്ട് വന്നു. കുഴിമന്തിയാണ് കേട്ടോ വാങ്ങിയത്. നന്ദുവിന് കുഴിമന്തിയാണ് ഇഷ്ടം, അപ്പം കുഴിമന്തി വാങ്ങി. പിന്നെ വീട്ടിലെ അച്ഛനും അമ്മയ്ക്കും കുഴിമന്തി ഇഷ്ടമല്ല, അവർക്ക് ബിരിയാണിയാണ് ഇഷ്ടം. അങ്ങനെ ബിരിയാണി വാങ്ങി. കുറച്ച് നന്ദുവിന് വേണ്ടി അവർ വെച്ചിരുന്നു ബിരിയാണി കഴിക്കാനായിട്ട്. ഒരുപാട് അവർ കഴിക്കില്ല, അപ്പോൾ കുറച്ച് നന്ദുവിന് വേണ്ടി വെച്ചിരുന്നു. അങ്ങനെ ബിരിയാണി കഴിച്ചപ്പോൾ നന്ദു അവിടെ അവളെ കാണിച്ചപ്പോൾ ഉടനെ അവൾ തന്നെത്തായിരുന്നു വ്ളോഗ് ചെയ്യുകയാണ്. അവളോട് എന്തൊക്കെയോ പറയുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞത് ഹായ് കാണിക്കാൻ പറഞ്ഞ അങ്ങനെ ഹായ് ഒക്കെ കാണിച്ചു. ഈ കുഴിമന്തിയാണിത്. എന്നത്തെ അത്രയും സ്വാദൊന്നുമില്ല, കാരണം ഒരുപാട് തിരക്കുള്ളതുകൊണ്ടായിരുന്നു. ഒരുപാട് ടേസ്റ്റ് തോന്നിയില്ല മന്തിക്ക്, എന്നാലും കുഴപ്പമില്ലായിരുന്നു. പിന്നെ അതേ പീസിൻ്റെയൊക്കെ സൈസ് കണ്ടോ, ഈ തിരക്കുകൊണ്ടാണെന്ന് തോന്നുന്നു. സൈസൊക്കെ തീരെ ചെറിയ സൈസായിരുന്നു പീസൊക്കെ തന്നത്. അങ്ങനെ ഞങ്ങൾ ഇരുന്നൊരു ഫുഡിങ്ങൊക്കെ നടത്തി. ഇതിപ്പോൾ 9 മണി സമയമായിട്ടുള്ളൂ കേട്ടോ. അപ്പം മന്തിയൊക്കെ കഴിക്കാമെന്ന് കരുതി കുറച്ച് മന്തിയൊക്കെ കഴിച്ച് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ 12 മണിയാകുമല്ലോ. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കുകയാണ്. നമ്മൾ ഭയങ്കര പ്ലാനിങ്ങൊക്കെ ആയിരുന്നു. ന്യൂ ഇയർ ആകുമ്പോൾ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോകണം, ബീച്ചിലൊക്കെ ഒന്ന് പോയി നമുക്കൊന്ന് പുതിയ ന്യൂ ഇയറൊക്കെ ഒന്ന് ആഘോഷിക്കാമെന്നൊക്കെ പറഞ്ഞിരുന്നതാണ്. പക്ഷേ 2 പേർക്കും പിറ്റേ ദിവസം ജോലിക്ക് പോകേണ്ടതുകൊണ്ട്, പിന്നെ കുഞ്ഞിനെയും കൊണ്ടൊക്കെ രാത്രിയിൽ പോകുന്നതും റിസ്ക് ആയതുകൊണ്ട് നമ്മൾ ഈ വർഷം വേണ്ട, നമുക്ക് പിന്നത്തേക്ക് മാറ്റി വയ്ക്കുക, ഇന്ന് തൽക്കാലത്തേക്ക് നമുക്ക് ഇതൊക്കെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് കരുതി ഞങ്ങൾ അങ്ങനെ ഈ വർഷം ഇങ്ങനെ ന്യൂ ഇയർ അങ്ങ് ആഘോഷിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു കേട്ടോ. നന്ദു കഴിച്ചെഴുന്നേറ്റ് പോയി. ഇനി ടേബിളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വരണം. ക്ലീൻ ചെയ്യാൻ ഇരിക്കാൻ നേരത്തെ അവിടെ ഒരാൾ വന്ന് എനിക്കും വേണം മന്തി എന്ന് പറഞ്ഞ് ആൾക്ക് നമ്മൾ കഴിക്കുന്ന ഫുഡിൻ്റെ എന്തെങ്കിലും ഇച്ചിരി വായി വെച്ച് കൊടുക്കണം, അത് അവൻ്റെ അവകാശം പോലെയാണ്. അങ്ങനെ അവൻ ഇച്ചിരിയൊക്കെ വെച്ച് കൊടുത്ത് സന്തോഷത്തോടെയൊക്കെ നിന്നു. അപ്പം ഞാൻ ക്യാമറ അവൻ്റെ നേരെ തിരിച്ചപ്പോഴേക്കും ഭയങ്കര ഒരു ചിരിയൊക്കെ അവൻ പാസ്സാക്കി കേട്ടോ. ക്യാമറ കണ്ടു കഴിഞ്ഞാൽ പിന്നെ പുള്ളി ഭയങ്കര ചിരിയാണ്. പുള്ളിയുടെ എന്ത് ഫോട്ടോ എടുക്കാമെന്ന് അറിയാതെ ഏത് ഇതെടുത്താലും എടുക്കും. അങ്ങനെ 12 മണി വരെ കാത്തിരിക്കാൻ കുഞ്ഞുങ്ങളിരുന്നില്ല. 2 പേരും ഉറക്കമായി. എനിക്ക് സങ്കടം തോന്നി. കേക്കൊക്കെ മുറിക്കണം എന്ന് ആഗ്രഹിച്ചിരുന്ന അവർ ഉറങ്ങിപ്പോയി. പിന്നെ എന്തായാലും വിളിക്കാൻ നിന്നാലും എഴുന്നേക്കില്ല, പിറ്റേ ദിവസം സ്കൂളിൽ പോകണല്ലോ നന്ദുവിന്, അതുകൊണ്ട് വിളിക്കാൻ നിന്നില്ല. അങ്ങനെ അവർ ഉറങ്ങി. അങ്ങനെ നമ്മൾ വാച്ചിട്ട് നോക്കിയപ്പോൾ 11 മണി കഴിഞ്ഞ് 56 മിനിറ്റുമായി. ഇനി വളരെ കുറച്ച് സമയമുള്ളൂ നമ്മുടെ പുതുവർഷത്തിന് വേണ്ടിയിട്ട്. അങ്ങനെ കേക്കൊക്കെ എടുത്ത് തയ്യാറായി. അപ്പോൾ TV വെച്ചപ്പോൾ അവിടെ കൗണ്ട് ഡൗൺ തുടങ്ങിയിരിക്കുന്നു. 6 ആയി, 5 ആയി, 4 ആയി, 3 ആയി, 2 ആയി, 1 ആയി. അങ്ങനെ നമ്മൾ ന്യൂ ഇയർ 2025 സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ചേട്ടൻ അവിടെ നന്ദുവിൻ്റെ അച്ഛൻ കേക്കൊക്കെ മുറിച്ചു. കുറച്ച് എനിക്കും വായി വെച്ചൊക്കെ തന്നൊക്കെ സന്തോഷ നിമിഷങ്ങളൊക്കെ പങ്കുവെച്ചു. അപ്പോൾ കുറച്ച് കേക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ടും ഞാൻ തരികയാണ്, പുതുവർഷത്തിലെ ചെറിയൊരു മധുരം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. എല്ലാവർക്കും ഈ വർഷം നല്ലൊരു വർഷമാകട്ടെ. എനിക്ക് ചെറിയ ചെറിയ സങ്കടങ്ങളുണ്ടായ വർഷമാണിത്. നമ്മുടെ വേണ്ടപ്പെട്ടവരൊക്കെ പിരിഞ്ഞു പോയി, എങ്കിലും ഈ വർഷം എല്ലാവർക്കും നന്മയുടെ ഒരു വർഷമായി മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കുഞ്ഞു വ്ളോഗ് ഇവിടെ നിർത്തുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീണ്ടും കൊച്ചു വീഡിയോ ആയിട്ട് കാണാം.